ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ഒരു കഥയാണ്. ഞാൻ തന്നെ എഴുതിയൊരു കഥയാണ്. ആ കഥയുടെ ഹെഡിങ്ങാണ് ഒരു പുഴുവിൻ്റെ മരണം. ഇതൊരു ചെറിയൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ഹെഡിങ് ഒരു പുഴുവിൻ്റെ മരണം. ആപ്പിൾ മരത്തിൻ്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങുന്ന പുഴുക്കളെ സ്വാമി ശിവാനന്ദ ശാന്തമായി നോക്കിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ സൂര്യൻ്റെ ചക്രവാള വെളിച്ചത്തിൽ അവയുടെ നാരുകൾ തിളങ്ങി നിന്നു. ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ അങ്ങ് ദൂരെ വടക്ക് ശങ്കരാചാര്യക്കുന്നിനു മുകളിൽ നിന്ന് ശിവനും ഭൂതഗണങ്ങളും താഴ്വാരത്തെ ഉറക്കത്തിലേക്ക് പതുക്കെ തള്ളിവിടുകയാണ്. തണുത്ത കാറ്റിൽ ശിവാനന്ദയുടെ നീണ്ട നരച്ചു തുടങ്ങിയ താടിമുടികൾ പതുക്കെ അനങ്ങുന്നുണ്ട്. സന്യാസം സ്വീകരിച്ചതിൽ പിന്നെ മൂന്നാമത്തെ ഹിമാലയ കൈലാസ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് ശിവാനന്ദ. അതിൻ്റേതായ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്നുമുണ്ട്. ശംഭോ മഹാദേവ, എല്ലാം അങ്ങയുടെ കടാക്ഷം. ഒരു ഭൂതഗണമായെങ്കിലും എന്നെ കൂടെ കൂട്ടിക്കൂടെ. വടക്ക് ശങ്കരാചാര്യ കുന്നുകളിലേക്ക് നോക്കി സ്വാമി ശിവാനന്ദ ചോദിക്കുകയാണ്. ഈ ലോകത്തിലും പരലോകത്തിലും ശിവാനന്ദ പോകാത്ത ഒരിടമില്ല. കാശിയിൽ ധ്യാനനിമഗ്നനായി ഇരിക്കുമ്പോൾ കത്തിയെരിയുന്ന ശവത്തിൻ്റെ തലയോട്ടികൾ പൊട്ടുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്ന ശിവാനന്ദയ്ക്ക് മുന്നിൽ കാണാനായത് ചുവപ്പും ചാരവും ഇടയിൽ പേരിന് മാത്രം കറുപ്പും ചേർന്ന ജടയാണ്. അനന്തമില്ലാതെ കെട്ടിപ്പെടർപ്പുകൾ കൂടിച്ചേർന്ന അദ്ഭുത പ്രതിഭാസം. കണ്ണുകളടച്ച് പതുക്കെ ശിവാനന്ദ അതിലേക്ക് കയറി. മറ്റൊരു ലോകം അവിടെ തുറക്കപ്പെട്ടു. ഓരോ തലമുടി ഇഴകളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. ചില മുടിയിഴകൾ അദ്ദേഹത്തെ ചുംബിച്ചു, ചിലർ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പുറത്തെ ചെറിയ തണുപ്പിലും ആ മുടിയിഴകൾ നിൽക്കുന്ന തലയോട്ടിലെ ചീറുചൂട് അദ്ദേഹത്തിന് അനുഭവവേദ്യമായിരുന്നു. പേരറിയാത്ത ആ സന്യാസി ശിവാനന്ദയോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ഒരു ശ്രേഷ്ഠ സന്യാസി വര്യൻ തന്നെ. പക്ഷേ ഓരോ ജീവനും ഓരോന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഗംഗയ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ എത്തിപ്പെടും. ശിവാനന്ദ കണ്ണു തുറന്നു. സന്യാസി വരെ അങ്ങ് ദൂരെ ഗംഗയിൽ സമാധിയിലായിരിക്കുന്നു. താനിരിക്കുന്ന ആൽമരച്ചുവട്ടിലെ കലപില കൂട്ടുന്ന ഇലകളുടെ മൂളലിൽ പൂഴി നിറഞ്ഞ ഇരുവശത്തും വേലിക്കെട്ടുള്ള ഇടവഴിയിൽ അയാളെത്തി. ട്രൗസറിട്ട് നടക്കുന്ന കൊച്ചു കണ്ണനായി. ആ ഇടവഴിയായി അവന് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. കാരണം വളവ് തിരിഞ്ഞാൽ അവന് രമ്യയുടെ വീട്ടിലെത്താം. എന്താണെന്നറിയില്ല, ചെറുപ്രായം മുതലേ കണ്ണന് രമ്യ എന്നാൽ ജീവനായിരുന്നു. അവൻ്റെ അമ്മാവൻ്റെ കല്യാണം കണ്ടപ്പോൾ ഉറപ്പിച്ചതാണ്, ഒരു നാൾ രമ്യയെ ഞാനും ഇതുപോലെ കല്യാണം കഴിക്കുമെന്ന്. കരിമഷിയിട്ട കറുത്ത കണ്ണുകളുള്ള ഇരുനിറമുള്ള കുഞ്ഞൻ മൂക്കുള്ള ഒതുക്കിയ ഏകദേശം ചുരുണ്ട മുടിയുള്ള ഒരു സുന്ദരിക്കുട്ടി. അതാണ് കണ്ണൻ്റെ രമ്യ. പക്ഷേ ഒരിക്കൽ കളിക്കിടയിൽ തൻ്റെ കല്യാണ മോഹം തുറന്നു പറഞ്ഞതിന് ശേഷം തെറ്റിപ്പോയ രമ്യ 3 ദിവസത്തിന് ശേഷമാണ് കണ്ണനോട് സംസാരിച്ചത്. എങ്കിലും രമ്യ തൻ്റേതാണെന്നും താൻ തന്നെ അവളെ കെട്ടുമെന്നും കണ്ണൻ അതിയായി വിശ്വസിച്ചു. ഓരോ ശ്വാസത്തിലും വിശ്വാസം, അതല്ലേ എല്ലാം. കുന്നുകളും പുഴയും കടൽ തീരങ്ങളും ചതുപ്പും കോഴിയും കുറുക്കനും പട്ടിയും കുരങ്ങനും എന്ന് വേണ്ട എല്ലാ ഭൂലോകാത്ഭുതങ്ങളും നിറഞ്ഞ ചാത്തൻ കുന്ന് കണ്ണനെ ജീവിതത്തിൽ ഒരു കഥാകാരനാക്കി. ആരാലും അറിയപ്പെടാത്ത, എന്നാൽ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു കഥാകാരൻ. ഒട്ടും വൈകിയില്ല. കണ്ണൻ തന്നെ എഴുതി രമ്യയ്ക്കായി ചിട്ടപ്പെടുത്തിയ ഒരു മനോഹര കവിതയിലൂടെ അവൻ അവളെ തൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു. ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയായിരുന്നു: നീ എനിക്കുമേലെ ഉയരാണെങ്കിലും എൻ്റെ ഒപ്പം താണിരിക്കുന്നു. ഞാൻ വിറയ്ക്കുന്ന വേളകളിൽ എന്നെ ചൂട് പിടിപ്പിക്കുന്നു. നിന്റെ മനസ്സിന് ഈ ലോകത്തിലെ മുഴുവൻ നിറങ്ങളുമുണ്ട്. അതീ നേരിയ കാറ്റിനേക്കാൾ നിർമ്മലം. കണ്ണാ, നീ ചെവിയോർക്കൂ, അവൾ നിനക്ക് വേണ്ടി പാടുകയാണ്. രമ്യയ്ക്ക് കണ്ണൻ്റെ കൂടെ ജീവിക്കാൻ ഈ കവിതാശകലത്തിൻ്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ കൂടിയും അവൾക്ക് വളരെ സന്തോഷമായി. അവർ അങ്ങനെ ചെറിയ എതിർപ്പുകളെയും തള്ളലുകളെയും അവഗണിച്ച് സുന്ദരമായൊരു ജീവിതം തുടങ്ങി. കാലം അവർക്ക്
താഴ്വരയിൽ ഓടിക്കളിക്കാൻ 2 പെൺകുഞ്ഞുങ്ങളെയും നൽകി. ചാത്തൻ കുന്നിൻ്റെ മണ്ണും കാറ്റും വെള്ളവും ശരീരത്തിൽ തലമുറകളായി ഓടുന്ന കണ്ണൻ്റെ മുന്നിൽ ചാത്തൻ കുന്ന് മുഴുവനായും തുറക്കപ്പെട്ടു. വൺസ് അഗൈൻ. ചാത്തൻ കുന്നിൻ്റെ മണ്ണും കാറ്റും വെള്ളവും ശരീരത്തിൽ തലമുറകളായി ഓടുന്ന കണ്ണൻ്റെ മുന്നിൽ ചാത്തൻ കുന്ന് മുഴുവനായും തുറക്കപ്പെട്ടു. കുന്നിന് മുകളിലെ ആൽമരം അവനോട് കഥകൾ പറഞ്ഞു. ബ്രിട്ടീഷുകാർ ചാത്തൻ കുന്നിനെ കഞ്ചാവ് തോട്ടമാക്കിയ കഥ, നൈസാം രാജാവ് ചാത്തൻ കുന്നിലെ പെൺകുട്ടികളെ തോണിയിൽ വെച്ച് ഗർഭിണികളാക്കിയ കഥ, ചാത്തൻ കുന്നിൻ്റെ രാജ്ഞി ശക്തനായ ഗരുഡരാജാവിൻ്റെ മുന്നിൽ സസന്തോഷം കിടന്ന കഥ, എല്ലാത്തിനും സാക്ഷികളായി മൂകമായി ഒഴുകിയ ചാത്തൻ പുഴയും കുന്നും ആൽമരവും. അങ്ങനെ പതുക്കെ കണ്ണൻ അറിയപ്പെടുന്ന എഴുത്തുകാരനായി. കണ്ണൻ ചാത്തൻകുന്ന് എന്നാൽ അറിയാത്ത ആരും ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന അവസ്ഥ. പക്ഷേ അപ്പോഴേക്കും വൈകിയിരുന്നു. ആ ഭീമൻ ആൽമരത്തിൻ്റെ വേരുകൾ കണ്ണൻ ചാത്തൻകുന്നിൻ്റെ തലച്ചോറിനെയും അസ്ഥികളെയും മജ്ജയെയും ശരീരം മുഴുവനായും പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം വീടിൻ്റെ മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുന്ന കണ്ണൻ്റെ മുന്നിൽ ഒരു കാറ്റ് വന്ന് പറഞ്ഞു, ഈ ചാത്തൻകുന്നിനും പറയാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഇനിയുമുണ്ട്, നീ എൻ്റെ കൂടെ വരൂ. കണ്ണൻ തൻ്റെ കാലുകളിലേക്ക് നോക്കി. അവിടെ രോമങ്ങൾക്ക് പകരം കുഞ്ഞൻ ആലിലകൾ മുളച്ചിരിക്കുന്നു. അവ കാറ്റിൻ്റെ ദിശയിൽ പോകാൻ വെമ്പൽ കൊള്ളുകയാണ്. കണ്ണൻ എഴുന്നേറ്റു. തനിക്കെതിരെ വരുന്ന രമ്യയോട് പറഞ്ഞു, ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കരുത്. കുട്ടികളെ നോക്കാതെ കണ്ണൻ യാത്ര തിരിച്ചു. കണ്ണലിലെ മാറ്റം കുറച്ചായി കാണുന്ന രമ്യയ്ക്ക് അത് ഒരത്ഭുതമായി തോന്നിയില്ല. അവൾ അന്നേക്ക് 3-ാം ദിവസം വരെ കരഞ്ഞു. 4-ാം ദിവസം കുട്ടികൾ പട്ടിണിയായപ്പോൾ വയലിൽ പണിക്കിറങ്ങി. കണ്ണൻ ചാത്തൻ കുന്നൻ എന്ന മഹാനായ എഴുത്തുകാരൻ അങ്ങനെ ശിവാനന്ദ സ്വാമികളുമായി. പാട്ടു. ഹിമാലയത്തിൻ്റെ തണുത്ത കാറ്റിൽ ഇളകിയാടുന്ന പുഴുനാറുകൾ സ്വാമി ശിവാനന്ദനെയും കാറ്റിൽ ആടിക്കുകയാണ്. ഇരുളിൽ ശങ്കരാചാര്യക്കുന്നിൽ നിന്നും ഭൂതഗണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പുഴുവിൻ്റെ നാരിൽ ആടുന്ന ശിവാനന്ദ സ്വാമികളുടെ ചുറ്റും അലക്ഷ്യമായി ഭൂതഗണങ്ങൾ അലയുകയാണ്. പതുക്കെ സ്വാമി ശിവാനന്ദയുടെ കണ്ണുകൾ അടയുകയാണ്. ചുറ്റിലും അങ്ങിങ്ങായി ആടിക്കൊണ്ടിരിക്കുന്ന പുഴുക്കൾ, താഴെ വീണ് ചതഞ്ഞു കിടക്കുന്ന ആപ്പിളുകൾ, മണ്ണിനും പുല്ലിനും മീതെ കിടന്ന് മറയുന്ന പുഴുക്കളും കീടങ്ങളും. ആടുന്നത് അതിശക്തമായി തന്നെയാണ്. എങ്കിലും ഒരിക്കലും അടുത്തുള്ള പുഴുവിനെ തട്ടുന്നതിന് മുന്നേ എന്തോ ഒന്ന് തങ്ങളെ തമ്മിൽ അകറ്റുന്നതായി ശിവാനന്ദ പുഴുവിന് തോന്നി. ഈ മുകളിൽ നിന്ന് താഴോട്ടുള്ള യാത്രയാണ് ഈ പുഴുക്കളുടെ എല്ലാമെന്ന് ശിവാനന്ദ പുഴു തിരിച്ചറിഞ്ഞു. താഴെ എത്തിയാൽ പുതിയ തലമുറകൾക്ക് ജന്മം നൽകി അവ മരിക്കും. അങ്ങനെയെങ്കിൽ അതേ നൂലിലാടിയാടി കാണാൻ സുന്ദരിയായ ഒരു പുഴു തൻ്റെ അടുത്തേക്ക് വരികയാണ്. തണുത്ത കാറ്റ് ശിവാനന്ദ പുഴുവിനെ ആ പുഴുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം അനുഭവിച്ച പ്രപഞ്ചത്തിൻ്റെ വികർഷണ തത്വങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു പ്രാധാന്യവും ഇല്ല. അവളോ അതോ അവനോ? ശിവാനന്ദ സ്വാമികൾക്ക് അറിയില്ല. അവർ ഇപ്പോൾ ആർക്കും പിടിച്ചു മാറ്റാൻ പറ്റാത്ത വിധം ഒന്നായി തീർന്നിരിക്കുന്നു. സ്വാമിനി, ഞാനെന്ത് വിളിക്കും? അവർ ഇപ്പോൾ ഒന്നായി തീരുകയാണ്. മറുപകുതിയിൽ നിന്നും മറുപടിയില്ല, നിശബ്ദത മാത്രം. പക്ഷേ ശിവാനന്ദ പുഴു ഇപ്പോൾ മറ്റേ പുഴുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഞാനൊരു സന്യാസി വര്യനാണ്, എന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വലിച്ചിഴക്കരുത്. അവരുടെ ഇടയിലുള്ള നിശബ്ദതയെ ഭഞ്ജിച്ച് മറ്റേ പുഴു മറുപടി പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഞാൻ നിങ്ങളെ പിടിച്ചു വച്ചിട്ടില്ല. ഇവിടെ നടക്കുന്നതിൻ്റെ പകുതി ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്, എൻ്റേത് പകുതി മാത്രം. അതിശക്തമായ ഒരു ശക്തി ശിവാനന്ദ പുഴുവിനെ മറ്റേ പുഴുവിലേക്ക് അടുപ്പിക്കുന്നു. ശിവാനന്ദ പുഴുവും പേരറിയാത്ത മറ്റൊരു പുഴുവും താനൊരു പുഴുവാണ്, ഇനിയൊന്നും നോക്കാനില്ല. ശിവാനന്ദ പുഴു കണ്ണുകളടച്ചു. രമ്യയും കണ്ണനും കാത്തിരുന്ന് ആദ്യമായി ഒന്നായപ്പോൾ ഉണ്ടായ അതേ അനുഭവങ്ങൾ. ശിവാനന്ദ പുഴുവിന് സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. ആ കണ്ണുനീർ അവരെ തമ്മിൽ അകറ്റി. പിരിയുന്നതിന് മുമ്പ് ശിവാനന്ദ പുഴു ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? മറ്റേ പുഴു മറുപടി പറഞ്ഞു, രമ്യ. അവൾ ഇരുട്ടത്ത് ദൂരേക്ക് ആടി മറഞ്ഞു. ആ മറുപടിയുടെ അർത്ഥം ശിവാനന്ദ പുഴുവിൽ വലിയൊരു ആഘാതം തന്നെ വരുത്തി. എല്ലാം ഉപേക്ഷിച്ച് എന്നെ എന്തിനാ പരീക്ഷിക്കുന്നത്? ഭൂതഗണങ്ങൾ ശിവാനന്ദ പുഴുവിൻ്റെ ചുറ്റിലും മൂളി പറക്കുന്നു. പതുക്കെ അവയുടെ മൂളലുകൾ അപ്രത്യക്ഷമാവുകയാണ്.
തൻ്റെ ശരീരം എന്തിലോ ഒട്ടിപ്പിടിച്ചതായി ശിവാനന്ദപ്പുഴുവിന് തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം അനക്കിയപ്പോൾ ഒട്ടിപ്പിടിച്ചത് ഒരു എട്ടുകാലി വലയിലാണെന്ന ബോധ്യം വന്നു. ടക് ടക് ടക്. എട്ടുകാലി വലയും ശിവാനന്ദപ്പുഴും ആടുകയാണ്. ഇരുണ്ട വെളിച്ചത്തിൽ തൻ്റെ നേരെ വരുന്ന രണ്ട് വലിയ രോമക്കാലുകളും പല്ലുകളും തുറന്ന വായും നോക്കി ശിവാനന്ദപ്പുഴു നിസ്സഹായനായി നിന്നു. ഇനി മരണം. തൻ്റെ കാഴ്ച മങ്ങി മങ്ങി വരുന്നു. അമ്മ, അച്ഛൻ, രമ്യ, മക്കൾ, ഇടവഴി, ചാത്തൻകുന്ന്, ആൽമരം, ഹിമാലയം, പ്രപഞ്ചം. വീണ്ടും രമ്യ. പൂർണ്ണമായ ഇരുട്ട്, നിശബ്ദത. അങ്ങനെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിശബ്ദതയാണ് മരണമെന്ന് കണ്ണൻ മനസ്സിലാക്കി. കണ്ണു തുറന്നപ്പോൾ പകലായിരിക്കുന്നു. ദൂരെ ശങ്കരാചാര്യ കുന്നുകൾക്ക് വലതുഭാഗത്തായി സൂര്യൻ ഉദിച്ചു വരുന്നു. ചെറുകുളികൾ ആകാശത്ത് കൂട്ടമായി പറക്കുന്നുണ്ട്. ചുറ്റും തൊപ്പിയിട്ട താളി വളർത്തിയ കാശ്മീരികൾ കൂട്ടം കൂടിയിട്ടുണ്ട്. അവർ കാശ്മീരി ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. തൻ്റെ കൈകാലുകളിൽ നിന്നും തലയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. കണ്ണൻ എഴുന്നേറ്റു. ചുറ്റും നിശബ്ദത. അയാൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കാശ്മീരികൾ അയാൾക്ക് വഴിമാറിക്കൊടുത്ത് ബഹുമാനപൂർവ്വം യാത്രയാക്കി. ഇനി കഥ അങ്ങ് ചാത്തൻ കുന്നിൻ്റെ വയലുകളിൽ രമ്യ പാടത്ത് പണിയെടുക്കുന്നു. ദൂരെ നിന്നും തന്നെ നോക്കി നിൽക്കുന്നത് കണ്ണനാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക നേരം വേണ്ടി വന്നില്ല. അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുകയാണ്. താങ്ക് യു.